രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അപ്രഹൃഷ്ട ഭവിഷ്യന്തി സൃഷാസ്തേ ഭരതക്ഷയേ. ഭരതന് രാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതന് വെറും പ്രേക്ഷ്യത്വം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഭരതന്റെ പത്നിയായിരിക്കുന്ന മാണ്ഡവിയുടെ അവസ്ഥ എന്തായിരിക്കും? അവൾ ദുഃഖിതയായിട്ട് ജീവിതം കഴിക്കേണ്ടി വരും. നിന്റെ മരുമക്കൾക്ക് ദുഃഖം മാത്രമേ പിന്നെ ജീവിതത്തിലുണ്ടാകൂ, അവമാനം മാത്രമേ ജീവിതത്തിലുണ്ടാകൂ. ദാരുണമായിരിക്കുന്ന വിപത്തുകൾ ഭാവനയിൽ സൃഷ്ടിച്ച് മന്ധര കൈകേയിയുടെ ഹൃദയത്തെ ആകെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ലയോ കൈകേയി, നീ ഇതെല്ലാം മുൻകൂട്ടി കാണണം. നിന്റെ പുത്രനും നിന്റെ മരുമക്കൾക്കും വലുതായ വിപത്ത് വരാൻ പോകുന്നു. അതിൽ നിന്ന് നിന്റെ പുത്രനെയും മരുമക്കളെയും നിന്റെ ബന്ധുക്കളെയും എല്ലാം രക്ഷിക്കണമെങ്കിൽ നിനക്ക് മാത്രമേ സാധിക്കൂ. അതിനുള്ള കരുത്ത് നിനക്കുണ്ട്. നീ ബുദ്ധിപൂർവം പ്രയത്നിച്ചാൽ മതി. അത് എത്രയും വേഗം വേണം. കാരണം രാമൻ യുവരാജാവാകാൻ ഇനി അധിക സമയം ബാക്കിയില്ല. ഉടനെ അഭിഷേകം നടക്കും. കൈകേയിയുടെ മനസ്സിനെ ഭയപ്പെടുത്താനും ഇളക്കിമറിക്കാനും കൈകേയിയുടെ മനസ്സിലെ പാപചിന്തകളെല്ലാം കടത്തിവിടാനും മന്ധര തന്റെ വാഗ്വൈഭവത്തെ പരിപൂർണമായിട്ടും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കൈകേയിയുടെ മനസ്സിൽ ഇതൊന്നും പ്രവേശിച്ചില്ല. കൈകേയി മന്ധരയുടെ ഇത്തരം സംഭാഷണങ്ങളെ, വാദങ്ങളെ അതിന്റെ മുഖവിലേക്ക് തന്നെ തള്ളിക്കളയാണ്. രാമസ്യൈവ ഗുണാൻ ദേവി കൈകേയി പ്രശംസഹ. ദേവിയായ കൈകേയി ഈ ഘട്ടത്തിലും രാമന്റെ തന്നെ ഗുണങ്ങളെ വളരെയേറെ മധുരമായ വാക്കുകൾ കൊണ്ട് പ്രശംസിച്ച് പറയുകയായിരുന്നു. കൈകേയി മന്ധരയോട് പറഞ്ഞു, മന്ധരെ, നീ പറയുന്ന പോലെയല്ല രാമൻ, നീ വിചാരിക്കുന്ന പോലെയല്ല രാമൻ. പിന്നെയോ, രാമൻ ധർമ്മജ്ഞോ ഗുണവാൻ ദാന്ത കൃതജ്ഞ സത്യവാക്ശുചി. രാമൻ ഇങ്ങനെയൊക്കെയാണ്. രാമനെ കുറിച്ച് നീ തെറ്റായ ചിത്രം വരയ്ക്കുന്നു. നീ പറയുന്ന വാക്കുകൾ ഒന്നുമായിട്ടും രാമന് വിദൂരമായ ബന്ധം പോലുമില്ല. രാമൻ ധർമ്മജ്ഞനാണ്. എന്താണ് ധർമ്മമെന്ന് രാമന് നന്നായി അറിയാം. എന്താണ് അനുഷ്ഠിക്കേണ്ടത്, എന്താണ് അനുഷ്ഠിക്കാൻ പാടില്ലാത്തത് എന്നും രാമന് നന്നായി അറിയാം. ഒരു കാരണവശാലും ധർമ്മത്തിൽ നിന്നിട്ട് അണുകിട പോലും രാമൻ വ്യതിചലിക്കില്ല. ആ കാര്യത്തില് രാമൻ അങ്ങേയറ്റം നിഷ്ഠയുള്ളവനാണ്. രാമൻ ഗുണവാനാണ്. ധർമ്മജ്ഞോ ഗുണവാൻ ദാന്ത. രാമൻ ഗുണവാനാണ്. ഒരു മനുഷ്യന് എന്തൊക്കെ ശ്രേഷ്ഠമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമോ അതെല്ലാം രാമനുണ്ട്. മറ്റ് ആരിലും കാണാത്തതായ മഹനീയമായ ഗുണങ്ങളുടെ സാന്നിധ്യവും രാമനിലുണ്ട്. ഗുണഗണങ്ങളാൽ രാമൻ ആരെയും അതിശയിക്കുന്നു എന്ന് മാത്രമല്ല, ദാന്തഃ, തന്റെ ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം, മനസ്സ് അന്തരിന്ദ്രിയമാണ്, എല്ലാത്തിനെയും പരിപൂർണമായിട്ടും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നവനാണ് രാമൻ. അതുകൊണ്ട് കിരീടം തനിക്ക് ലഭിക്കുമ്പോഴേക്കും രാമൻ ഒരിക്കലും അതിൽ അഹങ്കരിക്കില്ല. ഒരിക്കലും അതിൽ മതിച്ചിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ചാടിപ്പുറപ്പെടില്ല. തനിക്ക് ലഭിച്ചതായി അധികാരം ലോകത്തെ സേവിക്കാനാണ് എന്ന് രാമന് ഉറപ്പുണ്ട്. രാമൻ കൂടുതൽ വിനയാന്വിതനായി, സ്നേഹസമ്പന്നനായി, എല്ലാരെയും ആദരിക്കുക മാത്രമേ ഉള്ളൂ, സേവിക്കുക മാത്രമേ ഉള്ളൂ.
ഓരോരുത്തന് രാമൻ കൃതജ്ഞനാണ്. ആരൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ തനിക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി ഓർക്കുന്നവനാണ് രാമൻ. അതിന് കൃത്യമായിട്ട് അതിന്റെ 1000 മടങ്ങ് സേവനം സമർപ്പിക്കുന്നവനാണ് രാമൻ. നീ പറയും പോലെ ഒരു ദുഷ്ടപ്രകൃതിയല്ല എന്റെ മകൻ രാമൻ. കൈകേയി മന്ധരയോട് പറയുകയാണ്, സത്യവാക്ക്, സത്യം തന്നെ പറയുന്നവൻ, സത്യം തന്നെ ആചരിക്കുന്നവൻ, അതാണ് ശ്രീരാമചന്ദ്രൻ. ശുചി, അങ്ങേറ്റം ശുദ്ധമായ മനസ്സോടുകൂടിയവൻ, ചിന്തകളോടുകൂടിയവൻ, പ്രവൃത്തിയോടുകൂടിയവൻ. ആ രാമനാണ് യുവരാജാവാകേണ്ടത്. രാമോ രാജസുതോ ജ്യേഷ്ഠോ യൗവരാജ്യം അതോർഹതി. ഈ കാരണങ്ങളാൽ രാജാവിന്റെ മൂത്ത മകനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ യൗവരാജ്യം അർഹിക്കുന്നു. രാമനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം. ഇത് രാമന് മഹാരാജ പട്ടം നൽകാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ്. അങ്ങനെയാണല്ലോ ഇക്ഷ്വാകുവംശത്തിലെ രാജാക്കന്മാര് വാർദ്ധകയെ മുനിവൃത്തിനാം, വാർദ്ധക്യത്തിലെ അവർ മുനിവൃത്തി കൈക്കൊള്ളും. പുത്രന് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവർ തപസ്സനായിട്ട് കാരണത്തിലേക്ക് പോകും. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും. ദശരഥന് മുമ്പുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ദശരഥനും അങ്ങനെ തന്നെയായിരിക്കും. ഇതാ പുത്രന് ആദ്യം യൗവരാജ്യം കൊടുക്കുന്നു. ആ യൗവരാജ്യം ഭംഗിയായിട്ട് നിർവഹിച്ച്, ആ ചുമതല നിർവഹിച്ച് കാര്യങ്ങളെല്ലാം മുന്നേറുമ്പോൾ രാമന് രാജ്യം പൂർണ്ണമായും ഭരിക്കാനുള്ളതായ അനുഭവജ്ഞാനം കൈവരും. അപ്പോ ദശരഥന് ധൈര്യമായിട്ട് രാമനെ മഹാരാജാവായി അഭിഷേകം കഴിച്ചിട്ട് തപസ്സനായി കാനനത്തിലേക്ക് പോകാൻ കഴിയും. അപ്പോ അതിലേക്കുള്ളതായ പന്ഥാവിലാണ് ഇപ്പോൾ ആ വംശം തന്നെ, ആ കൊട്ടാരം, ആ വംശം, ആ രാജവംശം, ദശരഥ മഹാരാജാവ് ആ ഒരു മാർഗത്തിലാണ്. ഇത് കൈകേയിക്ക് നന്നായി അറിയാം. രാമൻ അർഹിക്കുന്നു, നാളെ മഹാരാജാവാകേണ്ടത് രാമൻ തന്നെയാണ് എന്ന് കൈകേയി വിളിച്ചു പറയുകയാണ് ഇവിടെ. രാമൻ ഭരതനെ ഉപദ്രവിക്കും, ഭരതനെ നിസ്സാരനാക്കും എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? ഏറ്റവും വലിയ മണ്ടത്തരമാണ് നീ പറഞ്ഞേ. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ പാപമാണ് നീ പറഞ്ഞേ. രാമന്റെ സ്വഭാവം നിനക്ക് ഇത്ര കാലമായിട്ടും അറിയില്ലേ? ഭ്രാതൃൻ ഭൃത്യാംശ ദീർഘായു പിതൃവത് പാലയിഷ്യതി. ദീർഘായുസ്സായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം തന്റെ ഭ്രാതാക്കളെ, ഭരതനുണ്ട്, ലക്ഷ്മണനുണ്ട്, ശത്രുഘ്നനുണ്ട്, അവരെ എല്ലാവരെയും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പാലിക്കും. അനുജന്റെ മുന്നില് എപ്പോഴും ജ്യേഷ്ഠൻ പിതാവിന്റെ സ്ഥാനത്താണ് നിൽക്കുക. അനുജന്മാർക്ക് മക്കളുടെ സ്ഥാനവും. എങ്ങനെയാണോ ദശരഥ മഹാരാജാവ് തന്റെ 4 മക്കളെയും പരിപാലിച്ച അതേ പ്രകാരത്തിൽ രാമൻ തന്റെ അനുജന്മാരെ പരിപാലിക്കും. നാളുതോറും അങ്ങനെ തന്നെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. രാമനെ അറിയുന്നവർക്കെല്ലാം ഇത് ഭംഗിയായിട്ട് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ തന്റെ അനുജന്മാരെ രക്ഷിക്കുന്നവനാണ് രാമൻ. ഒരിക്കലും ഭരതനോടോ വേറെ ആരോടുമോ രാമൻ അഹിതം പ്രവർത്തിക്കില്ല. സഹോദരന്മാരോട് മാത്രമല്ല, പിന്നെയോ ഭൃത്യാംശ, ഭൃത്യന്മാരോട് പോലും. അവരാരും ബന്ധുക്കളല്ല, അവിടെ സേവകന്മാരായിട്ട് ആ കൊട്ടാരത്തിൽ കൂടിയിരിക്കുന്ന ആളുകളാണ്. അവരോടും തന്റെ അനുജന്മാരോട് എത്ര സ്നേഹത്തോടുകൂടി പെരുമാറുന്നു അതേ പ്രകാരത്തിൽ മാത്രമേ രാമൻ പെരുമാറുകയുള്ളൂ. ദശരഥൻ എങ്ങനെയാണോ അവരെ എല്ലാം പരിപാലിച്ചു പോകുന്നത് അതേ പ്രകാരത്തിൽ പിതൃവത് പാലയിഷ്യതി. ഒരു പിതാവെന്ന പോലെ രാമൻ സ്നേഹത്തോടുകൂടി അവരെ എല്ലാം പരിപാലിക്കും. അല്ലയോ കുബ്ജേ, രാമന്റെ അഭിഷേകം ശ്രുത്വാ രാമാഭിഷേചനം, രാമന്റെ അഭിഷേകത്തെ കുറിച്ച് കേട്ടിട്ട് സന്തപ്യസേ കഥം കുബ്ജേ, അല്ലയോ കുബ്ജേ, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം വേദനിക്കുന്നത്, ഇങ്ങനെ ശോചിക്കുന്നത്, ഇങ്ങനെ ഭയക്കുന്നത്? ഇതിനൊന്നിനും യാതൊരു അർത്ഥവുമില്ല എന്നറിഞ്ഞുകൊള്ളുക. ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിന് വിപരീതമാണ്
നീ സംസാരിക്കുന്നത്? എന്ന് മാത്രമല്ല, സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം നിനക്കറിഞ്ഞുകൂടെ? ഈ വംശത്തിൽ ആരെങ്കിലും ആ കുടുംബത്തിലുള്ള ആളുകളോടും അന്യരായിട്ടുള്ള ആളുകളോടും നാട്ടുകാരോടും അഹിതം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ രാമൻ മാത്രം അങ്ങനെ ചെയ്യുമെന്ന്? രാമന്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിന് വിപരീതമായിട്ട് നീ ഇങ്ങനെ പറയുന്നത് എന്തിന്? ഇതാണ് കൈകേയി മന്ധരയോട് ചോദിക്കുന്നത്. സാത്വം അഭ്യുദയേ പ്രാപ്തേ ദഹ്യമാനേവ മന്ധരേ. അല്ലയോ മന്ധരേ, അങ്ങനെയുള്ള സ്നേഹനിധിയായിരിക്കുന്ന ധർമ്മസ്വരൂപനായ ശ്രീരാമന് ഇങ്ങനെ വലിയൊരു അഭ്യുദയം, ശ്രേയസ് വരുമ്പോ, അല്ലയോ മന്ധരേ, നീ എന്തിന് ഇങ്ങനെ തീയിൽപ്പെട്ടവളെ പോലെ കോലാഹലം കൂട്ടുന്നു, ഭയക്കുന്നു, വേദനിക്കുന്നു, നിലവിളിക്കുന്നു? യഥാർത്ഥത്തിൽ രാമന് മംഗളമാ വരുന്നേ. രാമന് മംഗളം വരുമ്പോഴേക്കും ആ മംഗളം ആർക്കാ വരുന്നത്? ഈ നാടിന് മുഴുവൻ വരികയാണ്. നമുക്ക് മാത്രമല്ല, ഈ കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമല്ല, നാടിന് മുഴുവൻ മംഗളം വരികയാണ്. അങ്ങനെ ലോകത്തിന് മുഴുവൻ സന്മംഗളം വരുമ്പോഴേക്കും നീ എന്തിനാണ് ഇങ്ങനെ പരിതപിക്കുന്നത്? കൈകേയി മന്ധരയോട് ചോദിക്കുന്നു. ായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.